കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ചാനൽ പല തരമായി പല വിഷയങ്ങളെ എടുത്ത് ഡോക്ട്രീൻ പരമായ, അതായത് ഉപദേശങ്ങൾ പരമായ വിഷയങ്ങളെ സംസാരിക്കുന്നു. ഡോക്ട്രിൻ വളരെ അത്യാവശ്യമാകുന്നു എന്നും അല്ലെങ്കിൽ ഉപദേശം വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നും പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ജീവിതവും നമ്മുടെ ഉപദേശവും, ഈ രണ്ട് കാര്യമാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഉപദേശം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉപദേശം വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുകയും നമ്മൾ പറയുന്ന സുവിശേഷത്തെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുമ്പോൾ അത് ശരിയായ സുവിശേഷമാണോ എന്ന് നമ്മൾ തന്നെ അതിനെ വിലയിരുത്തുകയും ചെയ്യണം. അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന്, നമ്മൾ വചനത്തിൽ കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ ആദ്യം, പിന്നെ തൻ്റെ അപ്പോസ്തോലന്മാരിൽ കൂടെ പിന്നെയും പ്രഘോഷിപ്പിച്ച അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ആ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ അറിയിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെയും കൈക്കൊള്ളുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ആ അപ്പോസ്തോലന്മാർ പോയാണ് കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനത്തിന് ശേഷം പൂർത്തീകരിച്ച സുവിശേഷം. അതായത് അവർ കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അവർ പ്രസംഗിച്ചത് വരുവാനുള്ള ആ രാജ്യത്തിന് വേണ്ടി, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, മശിഹ ആരാണെന്നുള്ള പ്രഘോഷണം ആദ്യം ചെയ്യുകയും മശിഹ തൻ്റെ ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് പാപത്തിന് ഉള്ള പരിഹാരം നൽകിക്കഴിഞ്ഞ് അവൻ തന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വാഴ്ത്തപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മശിഹ എന്ന പദം, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ദി അനോയിൻറ്റഡ് വൺ, അതായത് അഭിഷിക്തൻ എന്നുള്ള ആ പദവി നേടിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ പിന്നെയും അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, രാജാവും ഇസ്രായേലിൻ്റെ രാജാവുമായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, ആ അഭിഷിക്തനെ പറ്റിയുള്ള സുവിശേഷം അത് യെരുശലേമിൽ പാർത്ത് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം യെരുശലേം തുടങ്ങി അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇന്ന് ഭൂരിപക്ഷം ക്രിസ്തീയ സഭകളും ആ അപ്പോസ്തോലന്മാരിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു പുറപ്പെടുവിച്ച യെരുശലേമിൽ തുടങ്ങിയ സുവിശേഷമാണോ ഇന്ന് അവർ ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രഘോഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കി കാണുക ചെയ്യണം. അതിൻ്റെ ആവശ്യം എന്താകുന്നു? ഇന്ന് ഭൂരിപക്ഷം സഭ എന്ന് പറയുന്നത് പൗരോഹിത്യ സഭയാണ്. അപ്പോൾ പൗരോഹിത്യ സഭയിൽ ആരൊക്കെയാണുള്ളത്? റോമൻ കത്തോലിക്കയിൽ തുടങ്ങി അതിൽ നിന്നും പിരിഞ്ഞു വന്ന അതിൻ്റെ പുത്രിമാരായിരിക്കുന്ന, അതിൽ ഓർത്തഡോക്സ്, ഈസ്റ്റേൺ, വെസ്റ്റേൺ ഓർത്തഡോക്സ്, അതിൽ പലതര പ്രൊട്ടസ്റ്റന്റ് സഭകൾ, ഇവരെല്ലാവരും അവരെ മാതൃകയാക്കുന്നത് ഇപ്പോഴും റോമൻ കത്തോലിക്ക സഭയെ ആണ്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ ആ ആരാധനക്രമങ്ങളുടെ രീതികളും, പിന്നെ അവർ ചെയ്യുന്ന അവർക്കുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ ഫാദേഴ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന പുരോഹിതന്മാർ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ അവർ ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കുന്നു. അവരിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ്
പെന്തെക്കോസ്റ്റൽ ഇന്ന് ലോകത്ത് മൊത്തം അറിയപ്പെടുന്ന ഭൂരിപക്ഷം പെന്തക്കോസ്ത് സഭകളും അതിൽ നിന്നും പിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ യോജിപ്പിക്കുന്ന ഒരു DNA അതെന്താണ്? ഇവരെയൊക്കെ യോജിപ്പിക്കുന്ന ഒരു DNA ത്രിയേക ദൈവം എന്നുള്ള ദൈവസങ്കല്പം, പിന്നെ ദൈവം 3 വ്യക്തികളായതുകൊണ്ട് 3 വ്യക്തികളായിട്ട് എപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ള ആ സങ്കല്പം വെച്ചിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ഉരുവിട്ടുള്ള സ്നാനം. അത് പൗരോഹിത്യ സഭയിൽ നമ്മൾ നോക്കുമ്പോൾ ശിശുസ്നാനം, പെന്തക്കോസ്ത് സഭയിൽ നോക്കുമ്പോൾ ആ സ്നാനം തന്നെ അവർ ഇച്ചിരി മുതിർന്നവർക്ക് നൽകുന്നു. പക്ഷെ അടിസ്ഥാനം അത് തന്നെയാണ്. ആ ത്രിയേക ദൈവവും ആ ത്രിത്വം എന്ന് പറയുന്ന ആ സങ്കല്പം, 3 വ്യക്തികളുള്ള സങ്കല്പത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന കാര്യം ഉരുവിട്ട്, അല്ലെങ്കിൽ ആ പദവികൾ ഉരുവിട്ട് അവർ സ്നാനത്തെ നൽകുന്നു. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഇതിൻ്റെ തുടക്കം യെരുശലേമിൽ നിന്നല്ല എന്ന് നമുക്ക് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാം. അതിനെ പല രീതിയിലും അവർ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നു എങ്കിലും അവർക്ക് അറിയാം ഇതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ കണ്ടറിയേണ്ടത് അവർക്കും ചിലപ്പോൾ അറിയാത്തൊരു സത്യമായിരിക്കും, അവർക്കത് വെളിപ്പെടാത്ത ഒരു സത്യമായിരിക്കും. അങ്ങനെ ഒരു കാര്യം എവിടെ നിന്നാണ് ഈ ത്രിയേക ദൈവത്തിൻ്റെ പഠിപ്പീരും, അല്ലെങ്കിൽ ദൈവം 3 വ്യക്തികളാന്നുള്ള സങ്കല്പവും 3 വ്യക്തികളിൽ അവരുടെ ആ പദവികളെ ഉരുവിട്ട് സ്നാനം ഏറ്റെടുക്കണം എന്നുള്ള ആ ചിന്ത വന്നത്, അല്ലെങ്കിൽ അത് ഉറച്ചത് എവിടെ നിന്നാണ്? ഏത് സ്ഥലത്താണ് ഇതിൻ്റെ ഉത്ഭവം? അതാണ് ഇന്ന് നമ്മുടെ വിഷയം. അങ്ങനെ നമ്മൾ നോക്കിപ്പോകുമ്പോൾ പൗരോഹിത്യ സഭയിൽ എപ്പോഴും ആരാധന നടക്കുമ്പോൾ അവർ ഏറ്റുപറയുന്ന ഒരു ചൊല്ലുണ്ട്. അതിനെ നിഖ്യ പ്രഖ്യാപനം എന്നാണ് പറയുന്നത്. നിഖ്യ എന്നുള്ള നഗരം എവിടെയാണെന്നോ, നിഖ്യ എന്തുകൊണ്ടായിരുന്നെന്നോ, എന്താണ് അവിടെ നടന്നതെന്നോ എന്നോ ഒന്നും ഇവർ അറിയുന്നില്ല. ഇവർക്കാർക്കും ഈ ചൊല്ലിനെ പറ്റി വലിയ ജ്ഞാനവുമില്ല. മിക്കവാറും ഉള്ളവർക്ക് ഇത് നോക്കി വായിക്കണം. അപ്പോൾ അവരുടെ പുരോഹിതൻ അത് വായിക്കുവാൻ തുടങ്ങുമ്പോൾ അവർ അതിൻ്റെ പുറകെ ആ ചൊല്ല് അവർക്ക് നൽകിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് നോക്കി ആ ചൊല്ല് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങും. അതിനകത്ത് നമ്മൾ കാണുന്നത്, നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത്, ദൈവത്തെ 3 വ്യക്തികളാക്കി കാണിച്ചിട്ട് ആ 3ലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. ഇപ്പൊ ഞങ്ങളും ദൈവം പിതാവാണെന്ന് വിശ്വസിക്കുന്നു, ദൈവം ഒരു പുത്രൻ എന്ന പദവിയിൽ ഈ ലോകത്തിൽ കടന്നു വന്നു, അയക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവം ആ പുത്രൻ എന്ന പദവി എടുത്ത് തന്നെത്താൻ ഈ ലോകത്തിൽ പ്രത്യക്ഷത വരുത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ആത്മാവാണ്, ദൈവം ഏക പരിശുദ്ധനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വേറെ ഒരു വ്യക്തിത്വമല്ല, അത് ആ ദൈവത്തിന്റെ തന്നെ ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ആണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ദൈവത്തെ 3 വ്യക്തികളാക്കി കാണിക്കുവാനും അത് മറ്റുള്ളവരെ ചൊല്ല് പറഞ്ഞ് പഠിപ്പിക്കുവാനും തുടങ്ങിയ ഈ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസ പ്രമാണം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അത് നമുക്ക് ഇന്ന് ഒന്ന് കണ്ടറിയാം. അപ്പോൾ നമുക്ക് നിഖ്യ എന്ന നഗരം ഇതിനെപ്പറ്റി പഠിക്കാം. ബിഥൂനിയ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം, നിഖ്യ നഗരം, ഇന്ന് എവിടെയാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ടർക്കി അതിൻ്റെ വടക്ക് ഭാഗം, അതായത് നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. ഇസ്താൻബുളിന്റെയും അങ്കാറയുടെയും ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ഒരു നഗരമാണ്. അതിന്റെ ടർക്കിഷ് നാമം ഇന്ന് ഇസ്നിക് എന്നാണ്. നിക്കായ എന്ന് ഇന്നും അത് അറിയപ്പെടുന്നു. നമ്മൾ നിഖ്യ എന്ന് അതിനെ മലയാളത്തിൽ വിളിക്കുന്നു. നൈസിയ എന്ന് ഇംഗ്ലീഷിൽ അത് പറയപ്പെടുന്നു. അന്ന് എന്തുകൊണ്ട് ഈ ഒരു കാര്യം അവിടെ നടന്നു? എന്തുകൊണ്ട് ഈ കൗൺസിൽ അവിടെ നടന്നു? ഇത് 395 AD വെസ്റ്റേൺ റോമൻ എംപയർ, കിഴക്ക് പടിഞ്ഞാറ് റോമൻ എംപയർ 2 ഭാഗമായിട്ട് കിടക്കുന്ന ഈ സമയത്തിന് മുൻപും ഇതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു
അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ തർക്കങ്ങൾ അതിനെ മാറ്റി ഒരു പുതിയ മതസംഹിത ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളെ ജോയിൻ ചെയ്ത് ഒരൊറ്റ റോമൻ എംപയർ ആക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കോൺസ്റ്റന്റൈൻ അവിടെ വിളിച്ചു വരുത്തിയ ഒരു കൗൺസിലാണ് ഈ ഒരു നിഖിയ കൗൺസിൽ. ഇന്ന് നമുക്കറിയാം ഇന്ത്യയെ ഒരു 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 പുതിയ കൽപ്പനയോടെ ഒരു രാഷ്ട്രമാക്കാൻ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പുതിയ ഒരു മതസംഹിത ഉണ്ടാക്കിയിട്ട്, അതായത് അവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം ഒരു ജനത പലതരം ജാതികളിൽ വിഭജിച്ച് കിടക്കുമ്പോൾ അവരെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി പുതിയ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയോളജി കൊണ്ടുവന്നിട്ട് അവരെ ഒന്നിപ്പിച്ചിട്ട് ആ ഒരു ഭൂരിപക്ഷം ആൾക്കാരെ ഒന്നിപ്പിച്ചിട്ട് ആ ഒരു അധികാരം നേടുവാൻ ഇന്നത്തെ ഭരണകൂടം നോക്കുന്ന ആ ഒരു സെയിം കാര്യമാണ് അന്ന് കോൺസ്റ്റന്റൈൻ അവിടെ ചെയ്യുവാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കാണുവാൻ സാധിക്കും, അന്ന് 1947 മുമ്പേ ആരൊക്കെ നമ്മുടെ ഇന്ത്യക്ക് ഭരണം മാറ്റുവാൻ അല്ലെങ്കിൽ ഭരണത്തിന് മാറ്റം വരുവാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇന്ന് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചുവോ അവരെ പറ്റി വേറൊരു രീതിയിലെ കഥകളാണ് ഇന്ന് പ്രചരണത്തിലുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഈ ഡിജിറ്റൽ മീഡിയയെ വലുതായിട്ട് ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ മീഡിയ ഉണ്ടോണ്ട് തന്നെയാണ് സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അത് ശരിയായിട്ട് കണ്ടറിയുകയും അതിനെ കാണുന്നതും അതിനെപ്പറ്റി ഒരു വ്യത്യസ്തമായ അഭിപ്രായം അവർ നിലകൊള്ളുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നു അവർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം ആൾക്കാർ ഈ ഒരു ഇന്നത്തെ ഭരണകൂടം പറയുന്ന കാര്യത്തിലാണ് വിശ്വസിച്ച് അതിൻ്റെ പുറകിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ കാണുന്നു ഇലക്ഷനിലെല്ലാം എല്ലാവരും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. അതോടുകൂടെ അവരുടെ അധികാരങ്ങൾ കൂടുതലായിത്തീരുന്നു. അതുകൊണ്ട് സത്യം മാറുന്നില്ല, സത്യം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യ ഒരു ഒറ്റ രാജ്യമല്ലാത്തപ്പോൾ പല രാജാക്കന്മാർ ഭരിച്ചപ്പോൾ തന്നെ അതിനെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് ഗാന്ധിയും അതിൻ്റെ കൂടെയുള്ള പല നമ്മുടെ നേതാക്കൾ. പക്ഷെ ഇന്ന് കഥ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ കാണണം, ഒരുമിപ്പിക്കുവാൻ വേണ്ടി ആ ഒരു ഈസ്റ്റേൺ റോമൻ എംപയറിനെയും വെസ്റ്റേൺ റോമൻ എംപയറിനെയും ഒരുമിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പുതിയ ഒരു വേർഷൻ ഉള്ള ഒരു മതം കൊടുക്കുവാൻ വേണ്ടി അവരോടുകൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് വിളിപ്പിച്ച ഒരു സ്ഥലമാണ് ഈ നിഖ്യ എന്ന സ്ഥലം. അപ്പൊ അതിന്റെ മധ്യഭാഗത്ത് ആണ് ഈ നിഖ്യ എന്ന സ്ഥലം നിൽക്കുന്നത്. ഈസ്റ്റേൺ ആൾക്കാരെയാണ് അവര് യോജിപ്പിക്കുവാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥലത്ത് ചെന്നിട്ട് ഈ ഒരു കൗൺസിൽ നടത്തുന്നു എന്നുള്ളതും നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നു ഇങ്ങനെ ഒരു കൗൺസിൽ ഇവിടെ നടക്കുകയും ഇവിടെ 1800 പേരെ ഇവിടെ വിളിക്കുകയും അതിനകത്തുനിന്ന് വെറും 300 പേര് വന്നിട്ട് ഇവിടെ ഒരു പുതിയൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ പുതിയൊരു വിശ്വാസ പ്രമാണത്തിന്റെ പ്രഖ്യാപനം, അത് എല്ലാവരെയും ഒരുമിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും ഒരുപോലെ അതിനെ ഏറ്റെടുക്കുവാൻ വേണ്ടി അവരവരുടെ സഭയിൽ പോയിട്ട് അത് തന്നെ പിന്നെ പ്രഖ്യാപിക്കുവാനും അത് തന്നെ ആൾക്കാരുടെ മനസ്സിൽ അത് ഉറപ്പിക്കുവാൻ വേണ്ടിയും ഇവിടെ കുറെ മത നേതാക്കൾ ഒരുമിച്ച് കൂടി വരുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഇവിടെ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്തുവാണ് നടന്നതെന്ന് നമുക്ക് നോക്കാൻ പല സോഴ്സസ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ബൈബിളിനകത്ത് നമുക്ക് അപ്പോസ്തലന്മാര് ഏകദേശം 95 AD വരെ ചെയ്തതും അതിനു മുൻപ് മോശ മുതൽ പ്രവാചകന്മാർ അറിയിപ്പിച്ച എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് ബൈബിളിനകത്തുള്ളത്. പക്ഷേ ഇത് നടന്നത് 325 AD അടുത്താണ് നടന്നത് എന്ന് പറയുന്നു. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ബിഥനിയ എന്നുള്ള സ്ഥലത്ത്, അതായത് ഇന്നത്തെ ടർക്കിയിലെ വടക്കൻ ഭാഗം, അതിനെയാണ് ബിഥിനിയ എന്നുള്ള സ്ഥലം പറയുന്നത്. ഇവിടെ ഈ ബിഥിനിയ എന്നുള്ള കാര്യം നമ്മൾ വളരെ ഓർക്കണം. ഇന്ന് അത് ടർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് അത് ഏഷ്യ മൈനർ എന്ന് വിളിക്കപ്പെടുന്നതും റോമൻ പ്രോവിൻസ് ആയിരുന്നു എന്നും ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ വിക്കിപീഡിയയിൽ നമ്മൾ പോയാൽ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് നടന്ന പ്രഖ്യാപനമാണ് ഇന്ന്
മിക്കവാറും ഉള്ള പൗരോഹിത്യ സഭകളും, പിന്നെ അതിൽ നിന്നും വന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളും, പിന്നെ ഏറ്റവും ഒടുക്കൽ വന്ന പെന്തക്കോസ്ത് സഭകൾ, ലാസ്റ്റ് 100-125 വർഷത്തിൽ വന്ന പെന്തക്കോസ്ത് സഭകളും ഏറ്റെടുത്ത അടിസ്ഥാന പ്രമാണം ഈ 325 AD ഈ ഒരു രണ്ട് തരത്തിലെ ആൾക്കാർ. ഒന്ന്, യേശുവും ദൈവമാണ്. അപ്പം ഒന്നാമത്തെ കാര്യം അവിടെ ചെയ്തപ്പെട്ടത് യേശുവും ദൈവമാണ് എന്നുള്ള ആൾക്കാരും, യേശു ദൈവം അല്ല എന്നുള്ള ആര്യൂസിന്റെ ഒരു ചിന്താഗതിക്കാരുമാണ് അവിടെ ചർച്ച ചെയ്തതും അതിനകത്തൊരു വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയെടുത്തതും. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു 1800 പേരെയാണ് ഇവിടെ വിളിച്ചതെങ്കിലും ഏകദേശം 300 പേരോ 250 270 3-4 ഫിഗർ ഉണ്ട്. പല ആൾക്കാർ എഴുതുമ്പോൾ പല ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. എന്നാലും 250 മുതൽ 300 പേര് ഇവിടെ വന്നു എന്നുള്ള കാര്യവും ആരൊക്കെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള കാര്യവും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ എഴുതിയേക്കുന്നു ഈസ്റ്റേൺ ബിഷപ്സ്, അതായത് അലക്സാണ്ടർ ഓഫ് അലക്സാൻഡ്രിയ ആൻഡ് ഉസ്താത്തിയോസ് ഓഫ് അന്ത്യോക്ക്. അപ്പോൾ ഇവര് പറഞ്ഞ ആ ഒരു കാര്യമാണ്, തിയോളജിയാണ് ഇവിടെ നിക്കായയില അവർ ഏറ്റെടുത്തതും വിശ്വസിച്ചതും എന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നു ആ ഒരു ക്രീഡ് അഡ്മിറ്റ് ചെയ്തത് ദൈവം ഒരു ഔസിയായും ഒരു ഹൈപ്പോസ്റ്റാറ്റിസും. എന്താണ് ഔസിയ? ഔസിയ എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സത്ത എന്ന് പറയുമ്പോൾ, ഹൈപ്പോസ്റ്റാറ്റിസ് എന്ന് പറയുമ്പോൾ എത്ര വ്യക്തികളായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്ന് തന്നെയാണ് അവിടെ നിശ്ചയിക്കപ്പെട്ടത് എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ തിരക്കി പോകുമ്പോൾ നമുക്ക് പല സ്ഥലത്തും വേറെയും ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത്, ഈ 3 ഹൈപ്പോസ്റ്റാറ്റിയ എന്നുള്ള കാര്യം വരുന്നത് പല ഒരു 4ാമത്തെ ആ ഒരു സെഞ്ചുറിയിലെ വളരെ ലേറ്റ് ആയിട്ടാണ് കടന്നു വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ പറയുന്നു കപ്പദോക്യൻ സൊല്യൂഷൻ, അതാണ് ഈ ഒരു പിന്നെയും ആ ഒരു കാര്യം ചർച്ച ചെയ്യുകയും ദൈവം 3 വ്യക്തികളാണോ എന്ന് ചർച്ച ചെയ്യുകയും അങ്ങനെ അവരൊരു എന്താണ് പറയുന്നത്, ഒരു എഗ്രിമെന്റിൽ എത്തുകയും ചെയ്യുന്നത്. അതൊക്കെ പിന്നെ നടന്ന കാര്യങ്ങളാണ്. നൈസ്യ കൗൺസിലിൽ ദൈവം ഒരു ഔസിയായും ഒരു ഹൈപ്പോസ്റ്റാറ്റിസും, അതായത് ഒരു സത്തയും ഒരു വ്യക്തിയും എന്നുള്ള കാര്യം, ഒരു വ്യക്തിത്വം എന്നുള്ള കാര്യത്തിലാണ് എത്തിയതെങ്കിലും പിന്നെ ഇവര് ഈ ഒരു ഓർത്തഡോക്സ് ആ വിശ്വാസം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിശ്വാസം വിശ്വസിക്കാത്ത ഒരു 3 വ്യക്തികളിലേക്ക് പിന്നെയാണ് എത്തിച്ചേർന്നത് എന്ന് പറയുന്നു. എന്തുവാണെങ്കിലും അടിസ്ഥാനമായി അപ്പോസ്തോലന്മാര് എഴുതി അറിയിച്ച വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിശ്വാസം രൂപീകരിക്കപ്പെടുകയും പുതിയൊരു സ്നാനമായ ശിശുസ്നാനത്തിന്റെ ഉത്ഭവം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതും അത് സഭയുടെ അടിസ്ഥാന പ്രമാണമാകുകയും സഭ തന്നെ ഒരു ഭരണകൂടത്തെ ഭരിക്കുന്ന ഒരു ആയുധം ആയി തീരുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു നിഖിയ കൗൺസിലിൽ കൂടെയാണ്. അതിനു മുമ്പേ ക്രിസ്തീയ വിശ്വാസം ഒരു വിശ്വാസമായിട്ട് മാത്രം നിലകൊള്ളുകയായിരുന്നു. എന്നാൽ റോമിലൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് 325 AD വരെ. പക്ഷേ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടെ യഹൂദനായ പത്രോസ് പോലും അവരുടെ ആദ്യത്തെ ബിഷപ്പായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അപ്പോൾ ആ പത്രോസ് പറഞ്ഞ ആദ്യത്തെ പത്രോസിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം ഉള്ള പത്രോസ്, അതിനു മുമ്പേ ഉള്ള പത്രോസിനെ പറ്റി നമുക്കറിയാം. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു ശക്തനായി കർത്താവിന്റെ ആ ഒരു സുവിശേഷത്തെ ആദ്യം പ്രഘോഷിച്ച പത്രോസ്, ആ പത്രോസിനെ യഹൂദനായിരിക്കെ അവർ തന്നെ കൊന്ന് അവനെ ശിക്ഷിച്ച് കൊന്ന ഒരു ഭരണകൂടം തന്നെ പത്രോസിനെ എടുക്കുകയും
അവനെ തൻ്റെ ആദ്യത്തെ ബിഷപ്പായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇത് വേറെ എന്തോ ഒരു കാര്യമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു വ്യവസ്ഥയിലുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ കാണണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ സത്യം കണ്ട് മനസ്സിലാക്കുന്നവർക്കാണെങ്കിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പം ഈ ഒരു മാപ്പിൽ ഇന്ന് നമ്മൾ കാണുന്ന പല സഭകളും ബൈബിളിനകത്ത് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നിക്കിയ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇന്നത്തെ ഇസ്താൻബുൾ ഇവിടെയാണ് ഉള്ളത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ടർക്കി ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവർ യൂറോപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു ഫിലദൽഫിയ, പർഗമോസ് എന്ന് വിളിക്കപ്പെടുന്ന സഭ ഇവിടെയുണ്ട്. പിന്നെ എഫെസോസ്, പിന്നെ നമ്മൾ ഇവിടെ കാണുന്നു കൊലോസിയ സഭ, ലൗദോക്കിയ, ഫിലഡൽഫിയ, സാർദിസ്, തയറ്റീറ, ഇതൊക്കെ എല്ലാം ബൈബിളിനകത്ത് മെൻഷൻഡ് ആണ്. ഇവിടത്തെ ആന്റിയോക്ക് പോലും, അതായത് ഓർത്തഡോക്സ് സഭയുടെ ഉത്ഭവ സ്ഥലമായ അന്ത്യോക്യ അല്ലെങ്കിൽ ആന്റിയോക്ക് എന്ന സ്ഥലം പോലും ആ ഇന്നത്തെ ടർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ പൗരോഹിത്യ സഭയുടെയും ഭൂരിപക്ഷം പെന്തക്കോസ്ത് സഭയുടെയും ഉത്ഭവ സ്ഥാനങ്ങളായ നിക്കിയയും ആന്ത്യോക്യയും ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ടർക്കി എന്ന കൺട്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്ത് പർഗമോസ് എന്നുള്ള സാത്താന്റെ ഇരിപ്പിടമായ നഗരവും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം, അത് നിക്കയ്ക്ക് വളരെ അടുത്ത് തന്നെ നിലകൊള്ളുന്നു എന്നുള്ള കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഈ മെസ്സേജിൽ കൂടെ പറയുവാൻ സാധിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്? പർഗമോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, പർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അന്ന് ചിലപ്പോൾ മുറുകി പിടിച്ചിരിക്കുന്നു ഉണ്ടാകാം. ഇന്നിപ്പം ആരും ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എടുക്കാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല. ഈ നിഖ്യയിൽ നിന്നും വന്ന സഭകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ. അപ്പൊ സാത്താന്റെ ഇരിപ്പിടമുള്ള സ്ഥലമായിട്ടാണ് പർഗമോസിന്റെ സഭയെ പറയുന്നത്. ഈ ഒരു സഭ സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്താണ് നിഖ്യ എന്ന നഗരം. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പോസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അന്ന് നിഷേധിക്കാത്ത ഒരു സഭയായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വേറെ ഒരു കാര്യം എഫെസോസ് സഭയെ പറ്റി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിന്റെ തന്നെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാര് അല്ലാതിരിക്കെ തങ്ങളെ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെ ആകുന്നു. ആരാകുന്നു ശരിയായിട്ടുള്ള അപ്പോസ്തോലന്മാര്? ആരാണ് ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ പറയുന്നത്? ആ ഉപദേശങ്ങൾ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാര് പുറപ്പെടുവിച്ച ആദ്യത്തെ സുവിശേഷമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു വചനം ദൈവം ഞങ്ങളിൽ തന്നതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്കിത് സംസാരിക്കുവാൻ സാധിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്. ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്റെ പ്രവൃത്തിയെ ഇരിപ്പിടാം. ആരാകുന്നു അപ്പോസ്തോലന്മാരും ആരാകുന്നു കള്ള അപ്പോസ്തോലന്മാരും എന്ന് പരീക്ഷിച്ച് കണ്ടെത്തുന്നത് നല്ലതാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ ഒരു നിഖ്യ എന്ന സ്ഥലം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഈ നിഖായ എന്ന സ്ഥലം നമ്മൾ കാണുന്നു
അനത്തോലിയൻ റീജിയൻ ഓഫ് ബിഥനിയ. അനത്തോലിയൻ റീജിയൻ ഓഫ് ബിഥിനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും ഇത് തന്നെയാണ് ആദ്യത്തെയും രണ്ടാമത്തെയും കൗൺസിൽ നിക്കിയയുടെ ഭാഗമായി തീരുന്നതും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ യെരൂശലേമിൽ പ്രിപ്പയർ ചെയ്യുകയും അവരെ സുവിശേഷം പറയുവാൻ വേണ്ടി മുന്നോട്ട് അയക്കുകയും ചെയ്തപ്പോൾ അവരെ കർത്താവ് പറഞ്ഞയക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരിയായുള്ള ഉപദേശവും അതിലുള്ള സ്നാനവും അതിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രാപികരണവും എല്ലാം പറഞ്ഞാണ് അവരെ അയക്കുന്നത്. പക്ഷെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16 വരുമ്പോൾ നമ്മൾക്കറിയുമ്പോൾ അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്നും പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗയിൽ നിന്നും ഗലാത്യ ദേശത്തിൽ കൂടി സഞ്ചരിച്ച് മൂസ്യയിൽ എത്തി ബിഥൂനിയയിലേക്ക് പോകുവാൻ ശ്രമിച്ചു. അപ്പോൾ ബിഥൂനിയ എന്നുള്ള ഈ വലിയ റീജനിൽ നൈസ്യ എന്നുള്ള നഗരം സ്ഥിതി ചെയ്യുന്നു. ആ ബിഥൂനിയ എന്നുള്ള റീജനിലേക്ക് കർത്താവായ യേശു ക്രിസ്തു അവരെ പോകുവാൻ വിലക്കുന്നു. ആരാണ് അവിടെ വിലക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിൻ്റെ ആത്മാവെന്ന് അവിടെ വിളിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അവരെ വിലക്കുന്നു, അവിടെ പോകുവാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അവർ മൂസ്യ കടന്ന് ത്രോവാസിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു നഗരത്തെ മൊത്തം ദൈവം കൈവിട്ടു. കർത്താവായ യേശു ക്രിസ്തു മത്തായിക്ക് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പോയി സുവിശേഷം സംസാരിക്കുവിൻ. നിങ്ങൾ അവിടെ പറയുന്നത് അവർ കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചെരുപ്പെടുത്ത് അതിൻ്റെ പൊടി തട്ടിയിട്ട് ആ സ്ഥലത്തെ പൊടി പോലും കൊണ്ടുവരാതെ ഇഞ്ഞു പോരുവീൻ എന്ന് പറയുന്നു. പക്ഷേ ഈ ദേശത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ചെരുപ്പിൽ അതിൻ്റെ പൊടി പോലും തൊടാതെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ബിഥൂനിയയിൽ പ്രവേശിക്കാൻ അവരെ സമ്മതിക്കാതെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നു ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു സുവിശേഷം എടുത്തിരിക്കുന്നത് അവർ ഈ ഒരു നഗരത്തിൽ ബിഥൂനിയ എന്നുള്ള പ്രദേശത്ത് നിന്ന് അതിൻ്റെ ഒരു നഗരമായ നിഖ്യയിൽ നിന്നും വന്ന പുതിയ വിശ്വാസ പ്രമാണങ്ങളെയാണ് ഏറ്റുപറയുകയും അതിലാണ് വിശ്വസിക്കുകയും ചെയ്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്ന് കാണുവാൻ സാധിക്കും. അത് കൊണ്ട് നമുക്ക് പ്രത്യേകം അറിയുവാൻ സാധിക്കും ഏത് നഗരത്തിൽ നിന്നാണ് നിങ്ങളുടെ സുവിശേഷം വന്നിരിക്കുന്നത്. നിഖ്യയിൽ നിന്നാണോ, അന്ത്യോക്യയിൽ നിന്നാണോ, അതോ യെരൂശലേമിൽ നിന്നാണോ എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം സഹോദരങ്ങളെ. യെരൂശലേമിൽ നിന്നും വന്ന ആ ഒരു സുവിശേഷമാണെങ്കിൽ മാത്രമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് അത് കാണപ്പെടുത്തുള്ളൂ. നിഖ്യയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത് അത് സാത്താന്റെ ഇരിപ്പിടമായി മാറുന്ന പിൻവരുന്ന ഒരു നഗരമായി തീരുമെന്ന് അന്നേ കർത്താവിൻ്റെ ആത്മാവിന് എല്ലാം അറിയുന്ന ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അവരെ ആ നഗരത്തിലേക്ക് പോലും വിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നഗരത്തിൽ പാർത്ത്, അതായത് യെരൂശലേമിൽ പാർത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ മാത്രം നിങ്ങൾ കടന്നുപോയി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുക. പക്ഷേ സുവിശേഷം തുടങ്ങുന്നത് എവിടെ മുതലാണ്? യെരൂശലേമിൽ മുതലാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് യേശു പറയുന്നത്? അവിടെ യേശു പറയുന്നു, മാനസാന്തരവും സ്നാനവും മശിഹായുടെ നാമത്തിൽ യെരൂശലേമിൽ തുടങ്ങി സകല ഭൂമിയിലും കടന്നു പോകുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ അധ്യായത്തിന്റെ 44 മുതൽ 47-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് ശോധന ചെയ്ത് നോക്കുവിൻ, നിങ്ങളുടെ സുവിശേഷം വന്നത് എവിടെയാണ്? യെരൂശലേമിൽ നിന്നോ, അതോ നിഖ്യയിൽ നിന്നോ, അതോ അന്ത്യോക്യയിൽ നിന്നോ ആണോ നിങ്ങളുടെ സുവിശേഷം വന്നിരിക്കുന്നത്?
കർത്താവായ യേശു ക്രിസ്തു എവിടെ സുവിശേഷം പറയുവാൻ അവരോട് പറഞ്ഞു, അവർ അവിടെ സുവിശേഷം പറഞ്ഞു. നിക്യ എന്ന നഗരം തള്ളിക്കളഞ്ഞ നഗരമാണ്. എന്നാൽ ഇന്ന് ഭൂരിപക്ഷം സഭകളും നിക്യ വിശ്വാസ പ്രമാണത്തെ ഏറ്റുചൊല്ലുന്നു. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും വന്ന പൗരോഹിത്യ സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും പിന്നെ ഇന്ന് ഒരു 100-125 വർഷം മുൻപ് മുളച്ചു വന്ന ഈ പെന്തക്കോസ്ത് സഭകളും, ഇതിൽ നിങ്ങളുടെ സഭ ഏതാണെന്നും ആ സഭയുടെ അടിസ്ഥാനം നിക്യയിൽ നിന്നും വന്ന വിശ്വാസ പ്രമാണമാണോ, അതോ അവർ അന്ത്യോക്യയിലെ പ്രമാണമാണോ, അതോ കർത്താവായ യേശു ക്രിസ്തു പുറപ്പെടുവിച്ച ഏക സുവിശേഷമായ യെരുശലേം എന്ന നഗരത്തിൽ വന്ന സുവിശേഷമാണോ എന്ന് ഒന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് യെശയ്യാവിന്റെ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിലും വളരെ ഏറ്റുപറയുന്നത്, യഹോവയുടെ സുവിശേഷം പോകുന്നത് മൗണ്ട് സയനിൽ നിന്നാണ്, സിയോന്റെ പർവ്വതത്തിൽ നിന്നാണ് ആ സുവിശേഷം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28:16 ആ മലയിൽ, സിയോൻ മലയിൽ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയും അവരെ ഒരുക്കുകയും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും പ്രമാണം കൊടുക്കുകയും അവരെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം കടന്നു പോകുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നത്. ദൈവം ഈ ഒരു സത്യം അറിഞ്ഞ്, ഈ ഒരു ചരിത്രത്തിലെ ഒരു കാര്യം കൂടെ അറിഞ്ഞ് നിങ്ങളെ ദൈവം സത്യസുവിശേഷത്തിലേക്ക്, യെരുശലേമിൽ നിന്നും പുറപ്പെട്ട സുവിശേഷത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജിനെ ഇവിടെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.